എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ടാലി പ്രൈമിൽ എങ്ങനെ ഒരു ലോഗോ സെറ്റ് ചെയ്യുക എന്നതിനെ പറ്റിയാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കമ്പനിയുടെ ലോഗോ ഒന്നെടുക്കുക. പിന്നെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ലോഗോ ഇതാണ്. ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് പ്രോപ്പർട്ടീസ് പോയിട്ട് ഇത് JPG ഫയൽ ഓർ BMP ഫയലാണെന്നുള്ളത് നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തുക. കാരണം എന്താ വെച്ചാൽ ഈ രണ്ട് ഫോർമാറ്റ് മാത്രമേ ടാലിയുടെ ലോഗോ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കൺഫേം ആക്കിയതിന് ശേഷം നിങ്ങൾ ടാലി ഓപ്പൺ ആക്കുക. എന്നതിന് ശേഷം പ്രിൻ്റ് എന്ന ഓപ്ഷൻ എടുക്കുക. അതിൽ കോൺഫിഗർ എടുക്കുക. കമ്പനി ഡീറ്റെയിൽസിന് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം ഇൻക്ലൂഡ് കമ്പനി ലോഗോ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കുക. ഈ ഓപ്ഷൻ യെസ് ആക്കുക, എൻ്റർ അടിക്കുക. എന്നതിന് ശേഷം നിങ്ങളുടെ ലോഗോയുടെ പാത്താണ് ചോദിക്കുന്നത്. എൻ്റെ ലോഗോയുടെ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിലാണ് ഈ ലോഗോ ഉള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പാത്ത് എവിടെയാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അതിനുവേണ്ടി സെലക്ട് ഫ്രം ഡ്രൈവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ ഡെസ്ക്ടോപ്പ് എടുക്കുക. ലോഗോ എന്ന് പറഞ്ഞ പാത്ത് എടുക്കുക. ലോഗോ എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് എൻ്റെ ലോഗോ ഉള്ളത്. അതിനായിട്ട് ലോഗോ എന്ന് പറഞ്ഞ ഫോൾഡർ എടുത്തു. അതിൽ സാമ്പിൾ ലോഗോ സെലക്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം ഓൺലി BMP ആൻഡ് JPG ഫയൽ ഫോർമാറ്റ് ആർ സപ്പോർട്ടഡ്. അതിൻ്റെ റെക്കമെൻഡഡ് സൈസ് വരുന്നത് 96 പിക്സൽ വിഡ്ത്തും 80 പിക്സൽ ഹൈറ്റും ആണ്. ഓക്കെ, ജസ്റ്റ് എസ്കേപ്പ് ചെയ്യുക. എന്നതിന് ശേഷം നമുക്കൊരു ഇൻവോയ്സ് ജനറേറ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ടാലി ഓപ്പൺ ആക്കി സെയിൽസ് ബിൽ എടുത്ത് ഇൻവോയ്സ് അടിക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് നോക്കി. ഓക്കെ, ഇതിൽ ജസ്റ്റ് ഒരു പ്രിവ്യൂ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം നമ്മുടെ ലോഗോ അതിൽ വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ടാലിയിൽ നമ്മൾ ലോഗോ പ്രിൻ്റ് ഔട്ടിൽ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.